ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലെ ആദില അനീഷിനോട് കാണിച്ചിരിക്കുന്ന ആ ഒരു ട്രിഗറിങ് അത് വല്ലാത്തൊരു മോശമായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് ജയിലിനടുത്ത് ആദില കിടക്കുന്നുണ്ട്, അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ അനിമോളും നൂറിയും കൂടി വന്നിട്ട് ആദില വെസൽ ടീമിലാണുള്ളത്. അപ്പോൾ പാത്രം കഴുകാനായിട്ട് വിളിക്കുന്നു, ആദില പോകുന്നില്ല. വീണ്ടും അനീഷാണ് വെസൽ ടീമിലെ ക്യാപ്റ്റനായുള്ളത്. അനീഷിനോട് പോയിട്ട് പറയുകയാണ്, ആദില എത്ര വിളിച്ചിട്ടും വരുന്നില്ല പാത്രം കഴുകാനായിട്ട്, അനീഷേട്ടൻ പോയി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നൂറയും അനിമോളുമാണ് അനീഷിനെ ആദിലയുടെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ അനീഷ് ഒരുപാട് തവണ ആദിലയോട് പറയുന്നുണ്ട്. സമയം ഏകദേശം 12:35 കഴിഞ്ഞിട്ടുണ്ട്, സമയം ഒരുപാടായി, അർദ്ധരാത്രിയായി, പോയി പാത്രം കഴുകിയെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ കഴുകാൻ വയ്യ, ഞാൻ പിന്നെ കഴുകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ കഴുകാൻ പറ്റില്ല, പോയി കഴുകൂ എന്ന് പറയുമ്പോൾ ആദില വല്ലാത്ത രീതിയിൽ വളരെ മോശമായ ആ ഒരു രീതിയിലാണ് അനീഷിനോട് ഇന്നലെ ബിഹേവ് ചെയ്തത്. അതായത് എനിക്ക് സൗകര്യമില്ല, എനിക്കൊരു തന്തയേ ഉള്ളൂ, ഇങ്ങനെ കിടന്ന് ഇരക്കല്ലേ, ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുക്കുക, ആദില കഴുകൂല, ആദിലയ്ക്ക് ഒരൊറ്റ തന്തയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആദില കഴുകൂല. ഇത് തന്നെയാണ് ആവർത്തിച്ച് ആദില പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദില വെസൽ ടീമിലായിരിക്കെ ആദിലയുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ആദില ഉറങ്ങിയതാണെങ്കിൽ ഈ പറഞ്ഞ അനീഷ് പോയി ഇങ്ങനെ അനീഷ് പോയി ഇത്രയധികം പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരക്കാനോ ഒന്നും തന്നെ നിൽക്കില്ല. ആദിലവിടെ പാത്രമൊന്നും കഴുകി വെക്കാത്തത് കൊണ്ടാണ് അനീഷ് ഇത്രയും പറഞ്ഞത്. കാരണം അത് അയാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തൻ്റെ ടീം അംഗങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അനീഷിനുണ്ട്. അതുകൊണ്ടാണ് അനീഷ് അത്രയധികം പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം അനുമോളും നൂറിയും ചെന്ന് പറയുന്നുണ്ട്, ചേട്ടൻ എന്താ പ്രശ്നം, ഞാൻ പാത്രം കഴുകി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളും നൂറിയും പോന്നു. ശേഷം ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം അനീഷ് ഉറങ്ങിയതിന് ശേഷം പറഞ്ഞ ആദില പോയിട്ട് അനീഷിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതായത് സുലൈമാനി വേണോ എന്ന് ചോദിക്കുന്നു, അനീഷിൻ്റെ പില്ലോ എടുത്ത് മാറ്റുന്നു, ആ കട്ടിലിൽ കിടന്നിട്ട് ഒരുപാട് തവണ ഷെയ്ക്ക് ചെയ്യുന്നു, ചെവിയുടെ അടുത്ത് പോയിട്ട് വാഴ എന്ന് റിപ്പീറ്റ് ചെയ്ത് വിളിക്കുന്നു, കൈ കൊട്ടുന്നു, ചെവിയുടെ അടുത്ത് പോയിട്ട് ഉറക്കെ ബഹളത്തെ കൈ കൊട്ടുന്നു. അതിലുപരി കപ്പിലിരിക്കുന്ന വെള്ളം എടുത്തിട്ട് അനീഷിൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്യുന്നു, മുഖത്തൊഴിക്കുക. എന്തൊരു മോശമായ ബിഹേവിയറാണ് ഇന്നലെ ആദിലയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുൻപ് പല വീഡിയോകളിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും ആദിലയുടെ ഭാഗത്താണ് തെറ്റ്. കാരണം അവർ വെസൽ ടീമിലായിരിക്കും, അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം. അല്ലാത്ത പക്ഷം അനീഷ് വെസൽ ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോട് ഈ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇത് കാണുന്ന നൂറ് ഒരുപാട് തവണ ആദിലയോട് പറയുന്നുണ്ട്, ബേബി ചെയ്തത് ഓവറാണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നത്. ആ സമയം ആദില നൂറിയോട് പറയുന്നത്, ഞാൻ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇയാൾ എന്തൊക്കെയാണ് അവിടെ വന്ന് ചെയ്തത് എന്നതാണ്. അനീഷ് വെസൽ ക്യാപ്റ്റനാണ്, അങ്ങനെ ഇരിക്കെ തൻ്റെ ടീമിലുള്ള ഒരു അംഗം ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വവും ധാർമ്മിക ധർമ്മവുമാണ്. അതുകൊണ്ടാണ് അനീഷ് ഇത്രയധികം അതിലെ ട്രിഗർ ചെയ്യാനും ഇറിറ്റേറ്റ് ചെയ്യാനും ഒക്കെ നോക്കിയത്. ഇപ്പോൾ ആദിലെങ്ങനെ ഡ്യൂട്ടി ചെയ്തിട്ട് അവിടെ ഉറങ്ങുകയാണെങ്കിൽ ഒരു കാരണവശാലും അനീഷ് ഒരു തവണ പോലും ആദിലെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിക്കില്ലായിരുന്നല്ലോ. മറ്റൊന്ന്, നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ, ഞാൻ പിന്നീടേ ചെയ്യുള്ളൂ, താൻ പോയി കേസ് കൊടുക്കുക എന്നൊക്കെ പറയാൻ നമ്മളൊരു ഷോയിലാണ് നിൽക്കുന്നത്, ഒരു ഗെയിം ഷോയിലാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പോയി പാത്രം കഴുകാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഷോയിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് മാനേഴ്സ് എല്ലാം പാലിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദിലയോട് പറയാനുള്ളത്. ഇന്നലെ ആദില കാണിച്ച ആ ഒരു പ്രവൃത്തിയോട് എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കുന്നില്ല. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.